അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ പരിശുദ്ധമായ സഫർ മാസത്തിൽ നമുക്ക് എല്ലാവിധ ഇടങ്ങേറുകളിൽ നിന്നും രക്ഷ കിട്ടാൻ അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്ന ഒരു ദിക്റാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു ചൊല്ലാം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. بسم الله توكلت على الله ولا حول ولا قوة إلا بالله العلي العظيم. ഈ പരിശുദ്ധമായ സഫർ മാസത്തിലും അതല്ലാത്ത മാസത്തിലും നമുക്കറിയാമല്ലോ, അള്ളാഹുവിൻ്റെ റസൂല് ഒരു ഹദീസിൽ പറയുന്നുണ്ട്, അൽ ഐനു ഹഖുൻ, കണ്ണേർ അത് സത്യമാണ്. എല്ലാ വിധത്തിലുള്ള കണ്ണേറ്, അതുപോലെ കരിനാക്ക്, അതുപോലെ കൊതി, അസൂയ, ഇവകളിൽ നിന്നും രക്ഷ കിട്ടാൻ മുത്തായ ഹബീബ് നമുക്ക് പഠിപ്പിച്ച് നൽകിയ ഒരു ദിക്റുണ്ട്, ഒരു ദുആയുണ്ട്. ഏതാണത്? നമുക്കെല്ലാവർക്കും ഒന്നിച്ചത് പറഞ്ഞാലോ? അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. 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 അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ
ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق. ഇനി നമ്മൾ പറയുന്നത് അല്ലാഹുവിലേക്ക് മൊത്തം എല്ലാ കാര്യങ്ങളും ഭരമേൽപ്പിക്കുന്ന ഒരു അടിമ അവൻ പറയുന്ന ഏറ്റവും നല്ല വാക്ക്, അള്ളാഹുവിന് ഇഷ്ടമുള്ള ഒരു വാക്കാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഉസ്താദേ, ഇത് ഞങ്ങൾ മുഹറം മാസത്തിൽ ചൊല്ലിയ ദിക്റാണല്ലോ ഈ ചൊല്ലുന്നത് എന്ന് പലർക്കും സംശയമുണ്ടെങ്കിൽ തെറ്റി. മുഹറം മാസത്തിലേക്ക് മാത്രം അള്ളാഹുവിൻ്റെ റസൂല് നമുക്ക് സ്പെഷ്യലായി ഒരു ദിക്ർ പറഞ്ഞു തന്നിട്ടില്ല. എല്ലാ മാസത്തിലും ചൊല്ലാൻ പറ്റിയ ദിക്റാണ് ഇത്. സഫറിലും ചൊല്ലാം, അതിന് റബീഉൽ അവ്വൽ വരുന്നു, ആ മാസത്തിലും ചൊല്ലാം. കാരണം എല്ലാ മാസത്തിലേക്കും എല്ലാ ദിവസത്തിലേക്കുമാണ് അല്ലാഹു തആല നമുക്ക് ദിക്റുകളും സ്വലാത്തുകളും ഇറക്കിയിട്ടുള്ളത്. പക്ഷേ ചില ദിക്റുകൾ ചില സമയത്ത് പറഞ്ഞാൽ പ്രതിഫലം കൂടുതൽ കിട്ടുമെന്നാണ്. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. അടുത്തതായി നമ്മൾ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വന്ന് പറഞ്ഞു, നബിയെ, ആകാശഭൂമികൾക്ക് ഇടയിലുള്ള എല്ലാ പ്രയാസങ്ങളും മാറാൻ എന്തെങ്കിലും ഞാൻ പറയേണ്ടതുണ്ടോ? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു ദിക്റുണ്ട്. നമ്മളിത് സാധാരണ ഹദ്ദാദ് ഓതുമ്പോൾ ഈ ഒരു ദിക്ർ പറയാറുണ്ട്. ഏതാണ് ആ ദിക്ർ? നമുക്കൊന്നിച്ച് പറയാം. ആകാശഭൂമികൾക്കിടയിൽ നിന്നും എന്തെല്ലാം പ്രയാസങ്ങൾ ആപത്തുകളുണ്ടോ അതിനൊക്കെ തട്ടിമാറ്റുന്ന ഒരു ദിക്റാണ് ഇനി പറയാൻ പോകുന്നത്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം.
ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ഇനി നമ്മൾ പറയുന്നത് പരിശുദ്ധമായ ഈ സഫർ മാസത്തിലെന്നല്ല, എല്ലാ മാസത്തിലും എല്ലാ ദിവസത്തിലും നമ്മൾ പറഞ്ഞാൽ നമ്മുടെ ദുആ അല്ലാഹു സ്വീകരിക്കുമെന്ന് മഹത്തുക്കളായ ഉലമാക്കൾ പറഞ്ഞു തന്നിട്ടുള്ള ഒരു ദിക്റാണ്, ഒരു തസ്ബീഹാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനന്നാർ. കടലിൻ്റെ നുരയോളം പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, അത്രയും പാപമൊന്നും ആരും ചെയ്യാൻ പോകുന്നില്ല, കടലിൻ്റെ നുര, കടലിൻ്റെ പതയോളം പാപങ്ങളൊന്നും ആരും ചെയ്യൂല. പക്ഷെ നബിതങ്ങളൊരു മുബാലഗത്ത് പറഞ്ഞതാൽ അത്രമാത്രം പാപങ്ങൾ ഉണ്ടെങ്കിൽ പോലും പുറത്തു കിട്ടാൻ പറ്റിയ ഒരു അത്ഭുതപ്പെടുത്തുന്ന ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഈ തസ്ബീഹ് എല്ലാവരും ഒരു ദിവസം 3 പ്രാവശ്യമെങ്കിലും പറഞ്ഞാൽ വലിയ പ്രതിഫലമാണ്. ഏതാണത്? لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير. لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير.
لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ മഹത്തായ ഇസ്മുകളിൽപ്പെട്ട മറ്റൊരു ഇസ്മാണ് രണ്ട് ഇസ്മുകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഇസ്മ. അത് പറഞ്ഞാൽ കിട്ടുന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ നമുക്ക് വലിയ സ്ഥാനം കിട്ടുമെന്നാണ്. അള്ളാഹിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു മുഅ്മിനായ മനുഷ്യന് ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ്. അള്ളാഹുവിൻ്റെ അടുക്കൽ വലിയ സ്ഥാനം കിട്ടുക. ഏത് ഇസ്മു പറഞ്ഞാലാണ് ആ സ്ഥാനം കിട്ടുക എന്ന് ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകി. ഏതാണത്? യാ ഹയ്യൂ യാ ഖയ്യൂം, 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 യാ ഹയ്യൂ യാ ഖയ്യൂം. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഒരു പേര്, ആ ഒരു ഇസ്മ, ഇത് ഇസ്മുൽ ആളം ആണ്, ഏറ്റവും ഉന്നതമായ പേരാണെന്ന് പോലും മഹത്തുക്കൾ നമുക്ക് പരിചയപ്പെടുത്തി നൽകിയ നമ്മുടെ പ്രയാസങ്ങൾ, പ്രശ്നങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ, രോഗങ്ങൾ, എല്ലാവിധ ഇടങ്ങേറുകളും മാറി സുഖവും സന്തോഷവും ഉണ്ടാവാൻ മുത്ത് റസൂൽ നമുക്ക് പറഞ്ഞു നൽകിയ ഒരു പേരാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇതെല്ലാവർക്കും അറിയാവുന്ന പേരാണ്, നമ്മളെല്ലാവരും സ്ഥിരമായി പറയുന്ന പേരാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറയാം. യാ ലത്തീഫു യാ അല്ലാഹ്,
يا لطيف يا الله 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 يا لطيف يا الله. അപ്പോൾ ഇനി സഫർ മാസത്തിൽ നമുക്ക് പറയാൻ പറ്റിയ ഒരു അടുത്ത ദിക്റാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് സ്വർഗത്തിൻ്റെ അവകാശികളാണ് ഈ ദിക്ർ പറയുന്നതെന്നാണ്. ഈ ദിക്ർ പറയാൻ പറ്റിയാൽ അവർ സ്വർഗത്തിൻ്റെ അവകാശികളാണെന്നാണ് മഹത്തുക്കൾ പറയുന്നത്. ഏതാണ് ആ ദിക്ർ? اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام اللهم أنت السلام ومنك السلام تباركت يا ذا الجلال والإكرام
ഏത് മാസത്തിലാണെങ്കിലും ഏത് ദിവസത്തിലാണെങ്കിലും ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തൗബ ചെയ്യൽ ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യേണ്ട ഏറ്റവും അത്യാവശ്യ കാര്യമാണ്. നമ്മൾ പറയുന്ന നാവ് കൊണ്ട് പറയുന്ന ഇസ്തിഗ്ഫാർ തൗബയുടെ വചനമാണ് അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത്. ഏതാണ് ഇസ്തിഗ്ഫാറിൻ്റെ തൗബയുടെ വചനം? അസ്തഗ്ഫിറുല്ലാഹൽ അസീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അസീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അസീം മിൻ കുല്ലി ദംബിൻ വഅതൂബു ഇലൈഹി. അസ്തഗ്ഫിറുല്ലാഹൽ അസീം മിൻ കുല്ലി ദംബിൻ وأتوب إليه. أستغفر الله العظيم من كل ذنب 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 وأتوب إليه. أفضل الذكر നമ്മുടെ ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ താക്കോൽ എന്നുവരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ള ഒരു ദിക്റാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മളെപ്പോഴും ചെല്ലുന്ന ദിക്റാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് 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 ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസം
അടുത്തതായി നമ്മളിലേക്ക് കടന്നു വരികയാണ്, 3-ാമത്തെ മാസമായി. അപ്പോൾ അതിനു മുമ്പേ ഈ സഫർ മാസത്തിലെ നമുക്ക് സ്വലാത്തുകൾ ഒരുപാട് അധികരിപ്പിക്കേണ്ടതുണ്ട്. സഫർ മാസത്തിൽ നിന്നല്ല, ഏത് മാസത്തിലും നമുക്ക് അധികരിപ്പിക്കാൻ പറ്റിയ ഒരു സ്വലാത്താണ് അദദു സ്വലാത്ത്. ഈ സ്വലാത്ത് ഒരു പ്രാവശ്യം പറഞ്ഞാൽ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് പ്രാവശ്യം സ്വലാത്ത് പറഞ്ഞ കൂലിയാണല്ലോ. നമുക്ക് എല്ലാവർക്കും ഇൻഷാ അല്ലാഹ് ഒന്നിച്ച് അദദു സ്വലാത്ത് ചൊല്ലാം. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله. ഇനി നമ്മൾ പറയാൻ പോകുന്ന സ്വലാത്ത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന, നമ്മളൊക്കെ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ള ഒരു സ്വലാത്താണ്. ഈ സ്വലാത്ത് ചൊല്ലിയാലും ഒരുപാട് പ്രതിഫലമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏത് സ്വലാത്ത് ചൊല്ലിയാലും ഇഷ്ടമാണ്. പ്രത്യേകിച്ച് നമുക്ക് സ്ഥിരമായ ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഖൈർ. ഇത് നമുക്ക് സ്ഥിരമായി ചൊല്ലാൻ പറ്റിയ ഒരു സ്വലാത്താണ് ഇനി പറയാൻ പോകുന്നത്. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. اللهم
സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അൽഹംദുലില്ലാ, അല്ലാഹു തആല നമ്മുടെ ഈ സദസ്സിനെയും നമ്മുടെ ദിക്ർ, നമ്മുടെ ദുആ, നമ്മുടെ തസ്ബീഹ്, സ്വലാത്ത് എല്ലാത്തിനെയും അല്ലാഹു ചൊല്ലിയതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല ഇനിയും ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഓരോ ദിവസവും നമുക്ക് ഒരുപാട് വട്ടം ചൊല്ലാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻറ്റുകൾ എഴുതുന്നുണ്ട്. അല്ലാതെ ഫോണിൽ വിളിച്ചും നേരിട്ടുമൊക്കെ കണ്ട് ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി ചെറിയൊരു ദുആ നമ്മൾ നടത്തുകയാണ്. അല്ലാഹു തആല നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്ർ, സ്വലാത്ത് എല്ലാത്തിനെയും അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുമ്മ അൻസിൽഹുൽ മഖ്അദൽ മുഖറബ ഇൻദക യൗമൽ ഖിയാമ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ഒരുമിച്ച് കൂടലും ഞങ്ങളുടെ ദിക്റും ഞങ്ങളുടെ ദുആയും ഞങ്ങളുടെ തസ്ബീഹും ഞങ്ങളുടെ നിസ്കാരവും നോമ്പും ഞങ്ങളുടെ ഖുർആൻ പാരായണം ഞങ്ങളുടെ ഹജ്ജ് ഞങ്ങളുടെ ഉംറ അല്ലാഹു ഞങ്ങളുടെ സ്വതക്കകൾ ഞങ്ങളുടെ എല്ലാ അമലുകളും നീ അതിൻ്റെ പോരായ്മകൾ പരിഹരിച്ച് കബൂലാക്കണേ റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് വട്ടം നന്മകൾ ചെയ്യാൻ, ഒരുപാട് വട്ടം ഹജ്ജ് ചെയ്യാൻ, ഉംറ ചെയ്യാനൊക്കെ തൗഫീക്ക് നൽകണേ അല്ലാഹുവേ. ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടുപോയി ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും നീ മഗ്ഫിറത്ത് നൽകണേ മർഹമത്ത് നൽകണേ അവർക്കും ഞങ്ങൾക്കും നീ സ്വർഗ്ഗം നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, പടച്ചവനെ, ഒരുപാട് മുഅ്മിനീങ്ങൾ ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് നീ ഹാസിലാക്കണേ അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഓരോ വീഡിയോകൾക്ക് താഴെയും ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞ ദുആ വസിയത്ത് പറയാറുണ്ട്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും മനസ്സിലുള്ള എല്ലാ നല്ല ഉദ്ദേശങ്ങളും നീ സഫലീകരിക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിത്തരണേ അല്ലാ. അല്ലാഹു, ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ലാ. സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശിഫാ നൽകണേ അല്ലാ. പകർച്ചവ്യാധികളെ തൊട്ടും അതുപോലെ തന്നെ ഒരുപാട് കിടന്നു പോകുന്ന അസുഖങ്ങളെ തൊട്ടും കാക്കണേ റഹ്മാനെ. ക്യാൻസർ തരല്ലേ അല്ലാ, ബ്രെയിൻ ട്യൂമർ തരല്ലേ അല്ലാ. ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലുള്ള അസുഖങ്ങൾ നീ കൊടുത്തിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ ശിഫയാക്കണേ അല്ലാ. ഞങ്ങളുടെ ശാരീരികമായ മാനസികമായ മുഴുവൻ രോഗങ്ങൾക്കും നീ ശിഫ നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ, ഞങ്ങളുടെ ഭാര്യമാരുടെ, ഞങ്ങളുടെ സന്താന പരമ്പരകളുടെ, അതുപോലെ തന്നെ ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബാദികൾ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങളുടെ അയൽവാസികൾ, ഞങ്ങളുടെ കൂട്ടുകാർ, ഞങ്ങളുടെ നാട്ടുകാർ, ആരെല്ലാം എന്തെല്ലാം അസുഖങ്ങളായി കഴിയുന്നുണ്ടോ എല്ലാവർക്കും നീ ശിഫ നൽകണേ അല്ലാഹ്. കടങ്ങളുള്ളവരുണ്ട്, കടങ്ങൾ മാറ്റണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവൻ, ലക്ഷക്കണക്കിന് രൂപ കടം കൊടുത്തത് തിരിച്ചു കിട്ടാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. നീ അതെല്ലാം എളുപ്പമാക്കി തരണേ അല്ലാ. വീടില്ലാത്തവരുണ്ട്, വീട് നീ കൊടുക്കണേ അല്ലാ. വീട് പണി പൂർത്തിയാവാൻ ദ്വാരക്കാൻ പറഞ്ഞവര് വേഗത്തിൽ നീ അത് പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ. വിവാഹപ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവരുണ്ട്, ഖൈറായ ഇണകളെ നീ എടുപ്പിച്ചു നൽകണേ അല്ലാ. അല്ലാഹുവേ, വിവാഹം കഴിഞ്ഞിട്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവരുണ്ട്, ഖൈറായ സന്താനങ്ങളെ അവർക്കും ഞങ്ങൾക്കും നീ നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള മക്കളിൽ നീ സ്വലാഹിയത്ത് നിറച്ച് നൽകണേ അല്ലാ. അല്ലാഹുവേ, ആധുനിക കാലഘട്ടം മോശപ്പെട്ട കാലമാണല്ലോ. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും എല്ലാവിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണീർ, സിഹ്റിനെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, കള്ളു കുടിക്കുന്ന മക്കളാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ലഹരിക്കടിമയാകുന്ന മക്കളാക്കല്ലേ അല്ലാ. ഭർത്താവിൻ്റെ ദുസ്വഭാവം മാറാൻ, മക്കളുടെ ദുസ്വഭാവം മാറാൻ, ഭാര്യയുടെ ദുസ്വഭാവം മാറാൻ പരസ്പരം ദ്വാരക്കാൻ പറഞ്ഞവരുണ്ട്. റഹ്മാനെ, ഞങ്ങളുടെ എല്ലാവരുടെയും സ്വഭാവങ്ങളെ നീ നന്നാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഞങ്ങളോട് ആരെല്ലാം ദുആ ചെയ്യാൻ പറയുന്നുണ്ടോ എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. ഈ പറയപ്പെടുന്ന ഇബാദത്തുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങൾ ദിക്ർ ചൊല്ലുന്നവരാണ്, നിസ്കരിക്കുന്നവരാണ്, നോമ്പ് പിടിക്കുന്നവരാണ്, ഖുർആൻ ഓതുന്നവരാണ്. ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ. മരണം വരെ നിന്ന് നിസ്കരിക്കാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ,
പടച്ചവനെ സാമ്പത്തികമായ അഭിവൃദ്ധി നൽകണേ അല്ലാ. കുടുംബത്തിൽ നീ ഐശ്വര്യവും ബറക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ. അല്ലാഹുവേ പ്രകൃതി ദുരന്തങ്ങളെ തൊട്ട് എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ, ആരെല്ലാം എവിടെയെല്ലാം കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ടോ, എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. പ്രത്യേകിച്ച് ലോക മുസ്ലിമീങ്ങൾക്ക്, ഇന്ത്യയിലെ മുസ്ലിമീങ്ങൾക്ക് അല്ലാഹുവേ നീ ഖൈറും സലാമത്തും നൽകണേ അല്ലാ. ഇസ്സത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, ഞങ്ങളോട് ദുആരക്കാൻ പറഞ്ഞവര്, ഞങ്ങളുടെ വീഡിയോകൾ കാണുന്നവര്, കമന്റുകൾ രേഖപ്പെടുത്തുന്നവര്. റഹ്മാനെ പടച്ചവനെ ആ പ്രവാസികളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിൽ, അവരുടെ കച്ചവടത്തിൽ, അവരുടെ എല്ലാ ഇടപാടുകളിലും നീ ഖൈറും സലാമത്തും ഏറ്റി നൽകണേ അല്ലാ. പരിശുദ്ധമായ സഫർ മാസത്തിലാണ് ഞങ്ങളുള്ളത് റഹ്മാനെ. ഈ സഫർ മാസത്തിലെ എല്ലാ ഖൈറാത്തുകളും നൽകണേ അല്ലാ. എല്ലാ ശർറ് ബലാ മുസീബത്തുകളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. ഈ സഫർ മാസത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാ. കഴിഞ്ഞുപോയ മുഹറം മാസത്തിൽ ഞങ്ങൾ ചെയ്തിട്ടുള്ള അമലുകൾ സ്വീകരിക്കണേ അല്ലാ. വരാനിരിക്കുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ ഒരുപാട് തസ്ബീഹുകളും ഒരുപാട് സ്വലാത്തുകളും ഒരുപാട് മൗലിദുകളും ചൊല്ലാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. സ്വലാത്തു ചൊല്ലി മദീനയിൽ ചെല്ലാനുള്ള തൗഫീക്ക് നൽകണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم. അല്ലാഹു നമ്മുടെ സദസ്സിനെ സ്വീകരിക്കുമാറാവട്ടെ.